പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സിപിഎം സംഘടിപ്പിക്കുന്ന ബഹുജന റാലിക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ കോഴിക്കോട് കടപ്പുറത്ത് തുടക്കമാകും. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് റാലി ഉദ്ഘാടനം ചെയ്യുന്നത്. കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം, കൊല്ലം എന്നീ ജില്ലകളിലും മുഖ്യമന്ത്രിയെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ബഹുജന റാലികൾ സിപിഎം സംഘടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വോട്ടുകൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് സിപിഎമ്മിന്റെ രണ്ടാം പൗരത്വ പ്രക്ഷോഭം. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ 2019 നടത്തിയ പ്രതിഷേധ പരിപാടികൾ ന്യൂനപക്ഷ വോട്ടുകൾ ആകർഷിക്കുന്നതിൽ വലിയ ഘടകമായിരുന്നുവെന്നാണ് സിപിഎം വിലയിരുത്തുന്നത്. കോഴിക്കോട് നിന്ന് ബെൻസൺ ബാബുവാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. ബെൻസൺ, ബഹുജന റാലിയിൽ ആരൊക്കെയാണ് അണിനിരക്കുന്നത്? മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കൾ അവിടെ എത്തിച്ചേർന്നോ? എന്താണ് വിവരങ്ങൾ? ദിവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ സിപിഐഎമ്മിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പൗരത്വ സംരക്ഷണ റാലി അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ കോഴിക്കോട് കടപ്പുറത്ത് ആരംഭിക്കും. നമുക്കറിയാം, 2019 പൗരത്വ സംരക്ഷണവുമായി ബന്ധപ്പെട്ട സിപിഎം നടത്തിയ റാലിക്ക് വലിയ സ്വീകാര്യത ലഭിച്ചിട്ടുണ്ടായിരുന്നു. അത് ന്യൂനപക്ഷ വോട്ടുകളെ കേന്ദ്രീകരിക്കാൻ അല്ലെങ്കിൽ അവയെ ആകർഷിക്കാൻ അതിന് കാരണമായി എന്ന ഒരു വിലയിരുത്തൽ സിപിഐഎമ്മിനുണ്ട്. അപ്പോൾ അതിനാൽ തന്നെയാണ് ഇപ്പോൾ ഈ പൗരത്വ ഭേദഗതി നിലവിൽ വന്ന സാഹചര്യത്തിൽ വലിയ പ്രതിഷേധ പരിപാടിയുമായി സിപിഐഎം രംഗത്തെത്തിയിട്ടുള്ളത്. 1 ലക്ഷത്തിലധികം വരുന്ന ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ റാലി നടത്തുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പൊതുസമ്മേളനം നടത്തുന്നത് എന്നാണ് സിപിഎം നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. നിലവിൽ നേതാക്കൾ എല്ലാവരും തന്നെ ഇവിടേക്ക് എത്തിച്ചേരുന്നതേ ഉള്ളൂ. സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ ഒരു പൗരത്വ സംരക്ഷണ റാലി ഉദ്ഘാടനം ചെയ്യുന്നത്. അതുപോലെ തന്നെ എളമരം കരീം എം പിയാണ് അധ്യക്ഷത വഹിക്കുന്നത്. കെ ശൈലജ ടീച്ചർ, അതുപോലെ തന്നെ മറ്റ് സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ, സിപിഐഎമ്മിലെ നിരവധി പ്രമുഖ വ്യക്തിത്വങ്ങൾ എല്ലാവരും തന്നെ ഈ ഒരു പൗരത്വ സംരക്ഷണ റാലിയിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ ഒരു 7 മണിയോടുകൂടി റാലി ആരംഭിക്കുമെന്നാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും നിലവിൽ ഇപ്പോഴും റാലി ആരംഭിച്ചിട്ടില്ല. അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലിവിടെ ടി പി രാമകൃഷ്ണൻ എം.എൽ.എ, കെ ശൈലജ, അതുപോലെയുള്ള മറ്റ് അഹമ്മദ് ദേവർകോവിൽ അടക്കമുള്ള നേതാക്കൾ മാത്രമാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. മറ്റ് ഘടകകക്ഷികളിൽ നിന്നോ മറ്റുള്ള ആരും തന്നെ ഇതുവരെയും എത്തിച്ചേർന്നിട്ടില്ല. അല്പസമയത്തിനുള്ളിൽ തന്നെ എത്തിച്ചേരുകയും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ പരിപാടിയായി ഇത് മാറും എന്ന് തന്നെയാണ് സിപിഐഎം നേതൃത്വം കണക്കാക്കുന്നത്. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത്, ഇപ്പോൾ നിലവിൽ ഇഡിയുടെ നേതൃത്വത്തിൽ കേജ്രിവാൾ അടക്കമുള്ള ആളുകൾ, കേജ്രിവാളിനെ കസ്റ്റഡിയിൽ വിട്ടതടക്കമുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ അത്തരത്തിൽ സംസ്ഥാനങ്ങൾക്കെതിരായി കേന്ദ്ര ഭരണത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഇത്തരം പ്രതിഷേധങ്ങൾ, ഇത്തരം സംഭവങ്ങൾക്കെതിരെയും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ ഒരു സംരക്ഷണ റാലിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി വരുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും അദ്ദേഹത്തെ ഏത് രീതിയിലാണ് ഇതിനെ കാണുന്നത് എന്ന് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. ഈ കേരളത്തിൽ CAA നടപ്പിലാക്കില്ല എന്ന ഒരു കാര്യം മുഖ്യമന്ത്രി നേരത്തെ പ്രസ്താവിച്ചതാണ്. അപ്പോൾ അതിനാൽ തന്നെ ഈ നടക്കുന്ന പൗരത്വ സംരക്ഷണ റാലിക്ക് കൃത്യമായൊരു മാനം നൽകാൻ, രാഷ്ട്രീയ മാനം നൽകാൻ സിപിഎമ്മിന് സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എംഎൽഎമാരും മന്ത്രിമാരും ഒക്കെ എത്തിച്ചേരുന്നതേയുള്ളൂ. അല്പസമയത്തിനുള്ളിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിയിൽ എത്തിച്ചേരും. അതിനുശേഷമായിരിക്കും ബഹുജന റാലിക്ക് തുടക്കമാവുക. രണ്ടാം പൗരത്വ പ്രക്ഷോഭത്തിനാണ് സിപിഎം ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത്. വിവരങ്ങളാണ് കോഴിക്കോട് നിന്ന് ബെൻസൺ ബാബു നൽകിയത്.